കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി നമുക്ക് മുന്നിലെത്തിയതായിരുന്നു ഇടുക്കി കട്ടപ്പനയിലെ അപകടം. കട്ടപ്പനയിൽ ഹോട്ടലിന്റെ മാലിന്യക്കുഴി വൃത്തിയാക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. 3 തൊഴിലാളികളും മരിച്ചു. തമിഴ്നാട് കമ്പം സ്വദേശിയായ ജയരാമൻ, ഗൂഡല്ലൂർ സ്വദേശികളായ സുന്ദരപാണ്ഡ്യൻ, മൈക്കിൾ എന്നിവരാണ് മരിച്ചത്. മതിയായ സുരക്ഷാ ക്രമീകരണങ്ങളില്ലാതെ മാലിന്യക്കുഴി വൃത്തിയാക്കാൻ ഇറങ്ങുകയായിരുന്നു. മൻഹോളിന്റെ വലിപ്പക്കുറവ് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായി. ജെയിനസ് രാജു ആണ് വിവരങ്ങളുമായി ചേർന്നത്. ജെയിൻ, രാവിലെ ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പങ്കുവെക്കേണ്ടി വരുന്നു. മാൻഹോളിലേക്ക് ഇറങ്ങിയ 3 പേരും മരണപ്പെട്ടു എന്നുള്ള വേദനിപ്പിക്കുന്ന വാർത്തയായിരുന്നു. എങ്ങനെയായിരുന്നു രാത്രിത്തെ നടപടികളൊക്കെ പോയത്? പൂജ, ഇന്നലെ രാത്രി 10 മണിയോടെയാണ് ഈ അപകടമുണ്ടായത്. ഈ ഹോട്ടലിലെ മാലിന്യക്കുഴി അത് വൃത്തിയാക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരുന്ന തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത്. 3 പേരും കമ്പം സ്വദേശികളാണ്. ഓരോരുത്തരായി ഈ കുഴിയിലേക്ക് ഇറങ്ങി വൃത്തിയാക്കാൻ ശ്രമിച്ചതാണ്. പക്ഷേ എന്താണ് അപകടത്തിലേക്ക് നയിച്ചത് എന്ന കാര്യത്തിൽ കൂടുതൽ പരിശോധന ആവശ്യമാണ്. ഒരുപക്ഷെ ഓക്സിജന്റെ അളവ് കുറവായിരിക്കാം, അതല്ലെങ്കിൽ നീണ്ട നാളായി മാലിന്യം കെട്ടിക്കിടക്കുന്നത് കൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള വിഷവാതകം രൂപപ്പെട്ടിരിക്കാം. എന്താണെന്ന് കൃത്യമായിട്ട് അറിയില്ല. ആ കാര്യത്തിൽ കൂടുതൽ പരിശോധന വേണം. ഈ കുഴിയിലേക്ക് ഇറങ്ങിയ തൊഴിലാളികൾ അപകടത്തിൽപ്പെടുകയായിരുന്നു. ഏതാണ്ട് 1.5 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിന് ശേഷം മാത്രമാണ് ഈ 3 പേരെയും പുറത്ത് എത്തിക്കാൻ കഴിഞ്ഞത്. ഒന്ന്, ഈ കുഴിയുടെ മാൻഹോൾ വളരെ ചെറുതായിരുന്നു. അതുകൊണ്ട് രക്ഷാപ്രവർത്തകർക്ക് ഈ കുഴിയിലേക്ക് ഇറങ്ങി ഇവരെ പുറത്തേക്ക് എത്തിക്കാൻ ആദ്യഘട്ടത്തിൽ കഴിഞ്ഞില്ല. പിന്നീട് JCB എത്തിച്ച് ഈ കുഴിയുടെ മാൻഹോൾ വലുതാക്കിയതിനു ശേഷമാണ് രക്ഷാപ്രവർത്തകർ ഇറങ്ങിയത്. ഈ കുഴിയുടെ കവാടത്തിൽ തന്നെ ഈ 3 പേരും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കിയത്. എന്തായാലും 3 പേരെയും പെട്ടെന്ന് തന്നെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇവരുടെ മരണം സംഭവിക്കുകയായിരുന്നു. ഇവർ കമ്പം സ്വദേശികളാണ്. സുന്ദരപാണ്ഡ്യൻ, ജയരാമൻ, അതോടൊപ്പം തന്നെ മൈക്കിൾ, ഈ 3 പേരാണ് അപകടത്തിൽപ്പെട്ടത്. ഇന്നിപ്പോ ഇവരുടെ പോസ്റ്റ്മോർട്ടം അടക്കമുള്ളത് നടക്കേണ്ടതുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമായിരിക്കും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. എന്താണ് അപകടത്തിലേക്ക് നയിച്ചത് അടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ പരിശോധനകൾ ഇന്നുണ്ടാകും. ശരി, 3 തമിഴ്നാട് സ്വദേശികളും മരിച്ചു. ജെയിനസ് രാജു ആണ് വിവരങ്ങൾ നൽകിയത്.